തിരുവനന്തപുരം കമലേശ്വരത്ത് യുവാവിനെ സുഹൃത്ത് വെട്ടിക്കൊന്നു. കമലേശ്വരം സ്വദേശി സുജിത്താണ് മരിച്ചത്. സുഹൃത്ത് ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകാനായി ശ്യാം ചേരുന്നുണ്ട്. ശ്യാം, മറ്റെന്തൊക്കെയാണ് അറിയുന്ന വിവരങ്ങൾ? സംഭവം മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് പൂന്ത്ര സ്വദേശിയായിട്ടുള്ള ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കമലേശ്വരം സ്വദേശിയായിട്ടുള്ള സുജിത്ത് 49 വയസ്സുള്ള സുജിത്താണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം കമലേശ്വരത്താണ് സംഭവം. ഇന്നലെ രാത്രിയോടെയായിരുന്നു. ഏകദേശം 7:30 ഇവർ ഒത്തുചേർന്ന് മദ്യപിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് തർക്കത്തിലേക്ക് കലാശിച്ച് അത് അടിപിടിയിൽ ഉണ്ടാവുകയായിരുന്നു. പിന്നീടാണ് അതൊരു കത്തിക്കുത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും സുഹൃത്ത് ജയനെ വെട്ടിക്കൊലപ്പെടുത്തിയ സുഹൃത്ത് ജയനെ പൂന്ത്ര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്യാം, ഈ സംഭവ സമയത്ത് ഇവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ ഇതിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ടോ? അതിന് പോലീസ് പറയുന്നത് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ ഇവർ സുഹൃത്തുക്കൾ ചേർന്നിരുന്ന് മദ്യപിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടാകുന്നത്. ആ തർക്കത്തെ തുടർന്നാണ് പിന്നീട് ഇവർ അടിപിടിയിലേക്ക് കലാശിക്കുന്നതും. അപ്പോൾ ഈ അടിപിടി കലാശിക്കുന്ന സാഹചര്യത്തിൽ ചില സുഹൃത്തുക്കൾ ഈ മദ്യപാനത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. എന്നാൽ മറ്റു ചിലർ ഈ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ ഒരാൾ മാത്രമാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ് പ്രാഥമികമായ പോലീസിന്റെ വിവരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് പൂന്ത്ര സ്വദേശിയായിട്ടുള്ള ജയനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മദ്യപാനത്തിനിടെയുള്ള തർക്കം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്നും ശ്യാം കാങ്കാലിലാണ് വിശദാംശങ്ങൾ നൽകിയത്.